വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ. പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ. സ്നേഹഹസ്തം നീട്ടിയെന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടിയെന്നെ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. കഫർന്നഹൂമിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെല്ലുന്നതായ രംഗമാണ് ഈ 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. കഫർന്നഹൂമിലെ ഒരു വീട്ടിലേക്ക് അവിടുന്ന് ചെന്നു. ആ വിവരം അറിഞ്ഞുകൊണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് ധാരാളം ആളുകൾ ആ വീട്ടിലേക്ക് വരികയാണ്. ആ അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അങ്ങനെ വന്നവരോടെല്ലാം അവിടുന്ന് തിരുവചനം പ്രസ്താവിച്ചു. ധാരാളം ആളുകൾ ആ വീട്ടിലേക്ക് വരികയാണ്. കാരണം എന്താണ്? കർത്താവ് ആ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അവിടുന്ന് ആ ഭവനത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ളത് ചുറ്റുപാടുകളെല്ലാം അറിഞ്ഞു. കർത്താവ് വീട്ടിലുണ്ടെന്ന് ചുറ്റുപാടുകൾ അറിയേണ്ടുന്നതായ ആവശ്യമുണ്ട്. നമ്മുടെ ഭവനത്തിൽ കർത്താവുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ്. നാം വളരെ മനോഹരമായി നമ്മുടെ വീടുകൾ പണിയാറുണ്ട്. ആ വീടുകളുടെ പണിക്ക് വേണ്ടി
നാം എത്രമാത്രം പണം മുടക്കാമോ അതെല്ലാം മുടക്കും. അത് വളരെ മനോഹരമാക്കി മറ്റുള്ളവർ അത് കാണുമ്പോൾ ഇത് വലിയൊരു വീടാണ് എന്ന് തോന്നത്തക്ക നിലയിൽ വളരെ മനോഹരമാക്കി നാം അത് ചെയ്യാറുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മ വളരെ പുറകിലേക്ക് പോവുകയാണ്. ഒരു 10-40 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലെ സ്ഥിതിഗതികളെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളായിരുന്നു. വീടുകളൊക്കെ പഴയ വീടുകളായിരുന്നു, വളരെ ചെറിയ വീടുകൾ. ഓരോ ദേശത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുള്ള വീടുകളുണ്ടായിരുന്നു. ഓല കെട്ടിയ വീടുകൾ, ഓടിട്ട വീടുകൾ, ആ സമയത്ത് ധാരാളമായി ഉപയോഗിച്ചിരുന്ന ആസ്ബസ്റ്റോസ് ഉപയോഗിച്ചിരുന്നതായ വീടുകൾ, അങ്ങനെ ആ നിലയിലുള്ള വീടുകളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. എല്ലാം വളരെ ചെറിയ വീടുകളായിരുന്നു. എന്നാൽ വിദേശ പണം നമ്മുടെ കേരളത്തിലേക്ക് ധാരാളമായി വന്നു തുടങ്ങിയതായ ഒരു കാലയളവിൽ, ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുൻപുള്ളതായ ഒരു സമയത്ത് ഈ വീടുകളുടെ എല്ലാ സ്ഥിതി മാറിത്തുടങ്ങി. പഴയ വീടുകൾ എല്ലാം മാറി പുതിയ പുതിയ സൗധങ്ങൾ തന്നെ അവിടെ ഉയർന്നു. വലിയ മണിമേടകൾ തന്നെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ വീടുകളുടെ സ്ഥിതിയൊക്കെ മാറി. കേരളത്തിലുടനീളം നാം നോക്കുമ്പോൾ ആ പഴമയെല്ലാം മാറിയിട്ട് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. പുതിയ പുതിയ വീടുകളായി, സംവിധാനങ്ങളായി. വീടിനുള്ളിൽ തന്നെ പലവിധത്തിലുള്ള ആധുനിക സൗകര്യങ്ങളുണ്ടായി. ഇപ്പോളാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഏതെല്ലാം നിലകളിലാണ് വീടിൻ്റെ ഉൾഭാഗം ഡിസൈൻ ചെയ്തെടുക്കുന്നത്. രാജകൊട്ടാരങ്ങളെ വെല്ലുന്ന പ്രൗഢിയോടുകൂടെയാണ് വീടിൻ്റെ ഉൾഭാഗം ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ആ വീടുകളുടെയൊക്കെ ഉള്ളിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനികമായിട്ടുള്ള ഒരുപാട് സങ്കേതങ്ങൾ ഈ വീടുകളുടെയൊക്കെ ഉൾഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വീടിൻ്റെ നിർമ്മിതിയിലും വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും ഒക്കെ ഒരുപാട് ആധുനിക സങ്കേതങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ ഏതാനും ചില നാളുകൾക്ക് മുൻപ് ഒരു കൊച്ചുകുട്ടിയോട് നിൻ്റെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്നൊന്ന് പറയാനായിട്ട് ആവശ്യപ്പെട്ടു. അതൊരുപാട് സാധനങ്ങളുടെ പേരെന്നോട് പറഞ്ഞു. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ അതിൻ്റെ വീട്ടിലുള്ളതായ സകല ഉപകരണങ്ങളും, സെറ്റി, മറ്റ് കസേരകൾ, ഡൈനിങ് ടേബിൾ, അങ്ങനെ ഇങ്ങോട്ട് ഒരുപാട് സാധനങ്ങളുടെ പേരുവിവരം അവൾ പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ഒരു ബൈബിളുണ്ടോ? അപ്പോൾ അവൾ ചോദിച്ചു, അതൊരു കറുത്ത പുസ്തകമല്ലേ, അത് അമ്മച്ചിക്കുണ്ട് എന്ന് പറഞ്ഞു. വളരെ പുരാതനമായ ഒരു ക്രൈസ്തവ കുടുംബത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അമ്മച്ചിമാരുടെ കാലം കഴിയുന്നതോടുകൂടെ ഈ കറുത്ത പുസ്തകവും പടിയിറങ്ങിപ്പോകുന്നത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. വളരെ വലിയ ഭവനങ്ങളുണ്ട്, വീടുകളൊക്കെ വളരെ വലുതാക്കി പണിത് കഴിഞ്ഞു. പുറമേ നോക്കുമ്പോൾ വലിയ കൊട്ടാരങ്ങളെക്കാൾ ഉന്നതമായ നിലയിലുള്ള വീടുകൾ പണിത് കഴിഞ്ഞു. അതിനുള്ളിലുള്ളതായ സംവിധാനങ്ങൾ ഏറ്റവും മുന്തിയ സംവിധാനങ്ങളാണ്. നമ്മുടെ സ്റ്റാറ്റസിൻ്റെ സിമ്പൽ കാണിക്കത്തക്ക നിലയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കാറുണ്ട്. നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ ഏറ്റവും പ്രമാണിമാരായിട്ടുള്ള ആളുകളായിരിക്കും. അവരൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും എപ്പോഴും നമ്മോട് ഇടപെടുന്നതും ഒക്കെ. എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് ഓരോ കുടുംബത്തോടും ഓരോ കുടുംബനാഥന്മാരോടും ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. നിൻ്റെ വീട്ടിൽ ക്രിസ്തു ഉണ്ടോ? ഇവിടെ മധ്യ തിരുവിതാംകൂറിൽ ചെയ്തു വരുന്നതായ ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങൾ മിക്കവയും ചെയ്യുന്നത് മൈക്കലാഞ്ചലോ വരച്ചിട്ടുള്ളതായ യേശുവിൻ്റേതെന്ന് പറയപ്പെടുന്നതായ ഒരു ഫ്രെയിം ചെയ്തു വെച്ച ചിത്രം അത് വീടിൻ്റെ മുൻഭാഗത്ത് കയറി ചെല്ലുന്നിടത്ത് എല്ലാവരും കാണത്തക്ക നിലയിൽ സ്ഥാപിച്ചിരിക്കും. ഈ വീട്ടിൽ ക്രിസ്തു ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതായ ഒരു കാര്യമാണ്. ഒരു ക്രൈസ്തവ കുടുംബമാണ് എന്ന് വിളിച്ചറിയിക്കുന്നതായ ഒരു സിമ്പലാണ്. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. വളരെ പഴയ കാലത്ത് ഞാൻ ഓർപ്പിച്ചല്ലോ പ്രിയമുള്ളവരെ, വളരെ ചെറിയ വീടുകളായിരുന്ന കാലത്ത്, ഓടിട്ട വീടുകളും ആസ്ബസ്റ്റോസ് ഇട്ട ആ ചെറിയ വീടുകളുമൊക്കെ ആയിരുന്ന കാലത്ത് ആ വീടിനുള്ളിൽ എപ്പോഴും ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരവും ഒക്കെ ആ വീടുകളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമായിരുന്നു. ആ കാലത്ത് രാവിലെ എല്ലാ വീടുകളിലും പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരവും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പാട്ടുപാടുകയും തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം അന്നത്തെ അപ്പച്ചന്മാർക്കുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഏതാനും ചില നാളുകൾക്ക് മുൻപ് അമേരിക്കയിലെ കാൻസാസിലുള്ളതായ ഒരു സായിപ്പിൻ്റെ കുടുംബം, വളരെ വലിയ ധനിക കുടുംബമാണ്, കോടീശ്വരന്മാരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ കുടുംബത്തിലേക്ക് അവരുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ കുടുംബമായി അവിടെ ചെന്ന് അവരോടൊരുമിച്ച് ചില ദിവസങ്ങൾ അവരുടെ ഭവനത്തിൽ പാർക്കുന്നതിനിടയായി തീർന്നു. ആ വീട്ടിലെ സംവിധാനങ്ങളും ചുറ്റുപാടുകളും ഒക്കെ
പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. എത്രയോ വലിയ ധനസമൃദ്ധിയിൽ ജീവിക്കുന്നവരാണ്. എന്തെല്ലാം ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ആ വീടിൻ്റെ ഉൾഭാഗത്തുണ്ട്. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ഒരു കൊട്ടാര സദൃശമായിട്ടുള്ള ഭവനം. എന്നാൽ ഇവിടെ അവരുടെ ധനസമൃദ്ധിയെ എടുത്തു പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ ഭവനത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉള്ളതായ അവരുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹകരമായി അവർ തുടരുന്നു എന്നുള്ളതാണ്. എത്ര വലിയ തിരക്കാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ 6:15 മണിയാകുമ്പോൾ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഒരുമിച്ച് അവരുടെ ലിവിംഗ് റൂമിൽ വരികയും അവിടെ ഇരുന്ന് പാട്ടുകൾ പാടുകയും തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ പ്രാർത്ഥിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ആ വീടുകളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് വളരെ പ്രത്യക്ഷമായി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവരൊക്കെ എത്രയോ വർഷങ്ങളായി കോടീശ്വരന്മാരാണ്. പക്ഷേ അവരുടെ ധനസമൃദ്ധിക്ക് അനുസരണമായി അവർ വീണ്ടും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവരുടെ ഭവനത്തിൽ പാട്ടും പ്രാർത്ഥനയും ഉയരുകയും ചെയ്യുന്നതല്ലാതെ അതിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആ പഴമയെല്ലാം മാറി അല്പസ്വല്പമൊക്കെ പുതുമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാട്ടും പ്രാർത്ഥനയും എല്ലാം അവസാനിച്ചു. വീട്ടിൽ നിന്ന് ബൈബിളുകളൊക്കെ പടിയിറങ്ങി ക്രിസ്തുവില്ലാത്ത വീടുകളായി അധപ്പതിച്ചു പോയിരിക്കുന്നു. ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവരിൽ പോലും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ല, ദൈവവചനത്തിന് സ്ഥാനമില്ല. ഭവനത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്നുള്ളതായ പാട്ടില്ല, പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല, അങ്ങനെ ഒന്നുമില്ലാതെ അധപ്പതിച്ചൊരു നിലയിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ചോദ്യം നമ്മോടുള്ളതാണ്, നിന്റെ വീട്ടിൽ ക്രിസ്തു ഉണ്ടോ? കഫർന്നഹൂമിലെ വീട്ടിലേക്ക് കർത്താവ് വന്നപ്പോൾ കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് വചനം പ്രസ്താവിച്ചു. ദൈവവചനത്തിൻ്റെ അലയൊലികൾ ആ ദേശം മുഴുവൻ ആ വീട്ടിൽ നിന്ന് മുഴങ്ങിച്ചെല്ലുകയാണ്. മാത്രമല്ല ധാരാളം പേർ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി ആ ഭവനത്തിലേക്ക് ആളുകൾ തിക്കിത്തിരക്കുകയാണ്. മാത്രമല്ല ആ ഭവനത്തിൻ്റെ ഉള്ളിൽ ഒരു സൗഖ്യമാക്കുന്ന ശുശ്രൂഷ കൂടെ നടത്തപ്പെടുകയാണ്. ഒരു പക്ഷപാതക്കാരനായ ഒരു രോഗിയെ കർത്താവ് ആ ഭവനത്തിൻ്റെ ഉള്ളിൽ വെച്ച് സൗഖ്യമാക്കുകയാണ്. അവൻ സന്തോഷത്തോടെ സൗഖ്യത്തോടെ എഴുന്നേറ്റ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ കാഴ്ച നാം അവിടെ കാണുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തു ഉള്ളതായ ഒരു ഭവനം എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവുള്ള ഭവനങ്ങളായി മാറട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവുള്ള ജീവിതങ്ങളായി മാറട്ടെ. നമ്മുടെ വീട്ടിൽ കർത്താവ് ഉണ്ടെന്നുള്ള ശ്രുതി എല്ലാവരും അറിയട്ടെ. നാം നാട്ടിലെ പ്രമാണിമാരായതുകൊണ്ടോ ആധുനികമായ നിലയിൽ നമ്മുടെ വീടുകളെ ക്രമീകരിച്ചതുകൊണ്ടോ നാം മോടിയിൽ വസ്ത്രധാരണം ചെയ്തതുകൊണ്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. വീട്ടിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ വീട്ടിൽ ക്രിസ്തു ഉണ്ടെന്ന് ശ്രുതിയാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളാകട്ടെ. ഒരു വലിയ സാക്ഷ്യം നമ്മുടെ ഭവനത്തിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുവാൻ ഇടയാകട്ടെ. കുടുംബമായി പാർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ ഉയർന്നു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ കഫർന്നഹൂമിൽ അവിടുന്ന് വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന് ശ്രുതിയാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ള ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സൗഖ്യത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്നവർ ഇത് ക്രിസ്തുവുള്ള ഭവനമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാക്കേണ്ടത് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.